ഗൾഫ് ഫോക്കസ് ആരംഭിക്കുന്നു. സ്വാഗതം. മധ്യ ബെയ്റൂട്ടിലെ ഇസ്രായേലിന്റെ കനത്ത ആക്രമണത്തിൽ 9 പേർ കൊല്ലപ്പെട്ടു. കരയുദ്ധത്തിന് പകരം വ്യോമാക്രമണം കടുപ്പിച്ച് ഇസ്രായേലിന് സൈന്യത്തിന് നേരെ 7 ആക്രമണങ്ങൾ നടത്തിയതായി ഹിസ്ബുള്ള. ഹസൻ നസ്രല്ലിയുടെ സംസ്കാരം നാളെ നടക്കും. കരയുദ്ധത്തിൽ 8 ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് തെക്കൻ ലെബനനിൽ കരയുദ്ധം നിർത്തിവെച്ച് വ്യോമാക്രമണം ശക്തിപ്പെടുത്തിയിരിക്കുകയാണ് ഇസ്രായേൽ. ആക്രമണത്തിൽ ഒരു ലെബനീസ് സൈനികൻ കൊല്ലപ്പെട്ടു. നാസ സെറ്റിൽമെന്റിലും റാമീം പട്ടാള ബാരക്കുകളിലും റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തിയതായി ഹിസ്ബുള്ള സ്ഥിരീകരിച്ചു. സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിൽ നടന്ന ഇസ്രായേലി ആക്രമണത്തിൽ ഇറാൻ സൈന്യത്തിലെ ഒരു കൺസൾട്ടന്റ് കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ഗസയിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ ഇസ്രായേൽ ആക്രമണത്തിൽ 99 പേർ കൊല്ലപ്പെട്ടു. 169 പേർക്ക് പരിക്കേറ്റു. 3 മാസങ്ങൾക്ക് മുൻപ് നടന്ന വ്യോമാക്രമണത്തിൽ 3 മുതിർന്ന ഹമാസ് നേതാക്കളെ വധിച്ചുവെന്ന് ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു. അതിനിടെ തെക്കൻ ലെബനനിലെ 25 സ്ഥലങ്ങളിൽ നിന്നും അടിയന്തരമായി ഒഴിഞ്ഞുപോകാൻ ഇസ്രായേൽ സൈന്യം ജനങ്ങളോട് ആവശ്യപ്പെട്ടു. തെക്കൻ ലെബനനിലെ ഏറ്റവും വലിയ നഗരമായ നബാത്തിയും ഒഴിഞ്ഞുപോകാൻ ആവശ്യപ്പെട്ട നഗരങ്ങളിൽ ഉൾപ്പെടുന്നു. അതിനിടെ പ്രതിരോധ വിഭാഗങ്ങളുടെ തലവന്മാരുമായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ചർച്ച നടത്തി. സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് ഇറാനിലേക്ക് യാത്ര ചെയ്യരുതെന്ന് വിവിധ രാജ്യങ്ങൾ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകി. ഇന്റർനാഷണൽ ഡെസ്ക് 24. ബസ്സുകളുടെ യാത്രാ വിവരങ്ങൾ തത്സമയം അറിയാനാകുന്ന സംവിധാനമൊരുക്കാൻ അമേരിക്കൻ കമ്പനിയുമായി ധാരണയിലെത്തി ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. പുതിയ സംവിധാനം നിലവിൽ വരുന്നതോടെ ഗതാഗത കുരുക്കുൾപ്പെടെ യാത്രക്കാർക്ക് മൊബൈലിൽ അറിയാനാകും. യാത്രക്കാർക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കുക എന്ന RTOയുടെ ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് നടപടി. ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ കമ്പനി സ്വിഫ്റ്റ്ലിയുമായാണ് RTO ധാരണയിലെത്തിയത്. ധാരണ പ്രകാരം പൊതുഗതാഗത സംവിധാനം സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ സഹേൽ ആപ്ലിക്കേഷൻ ഉൾപ്പെടെയുള്ളവയിൽ ലഭിക്കും. അതിവേഗം കൃത്യമായ വിവരങ്ങൾ ലഭ്യമാക്കുകയാണ് RTO ലക്ഷ്യമിടുന്നതെന്ന് RTOയുടെ പൊതുഗതാഗത ഏജൻസിയുടെ CEO അഹമ്മദ് ബഹ്റോസിയാൻ പറഞ്ഞു. ബസ് സമയം, ബസ്സിന്റെ തത്സമയ ലൊക്കേഷൻ ഉൾപ്പെടെ യാത്രക്കാർക്ക് അറിയാനാകും. അതോടൊപ്പം ഗതാഗത കുരുക്ക്, ഓട്ടത്തിനിടെ ബസ്സുകൾക്കുണ്ടാകുന്ന കേടുപാടുകൾ എന്നിവയും ഗതാഗത കുരുക്ക് കടന്ന് ബസ് കൃത്യം എത്ര മണിക്ക് സ്റ്റോപ്പിൽ എത്തുമെന്നും അറിയാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. കൃത്യമായ വിവരങ്ങളിലൂടെ യാത്രക്കാർക്ക് മെച്ചപ്പെട്ട യാത്രാ സൗകര്യങ്ങൾ ഒരുക്കുകയാണ് ലക്ഷ്യമെന്ന് RTO വ്യക്തമാക്കി. 24 ദുബായ്. UAEയിൽ രണ്ടാമത്തെ ഷോറൂം തുറക്കാനൊരുങ്ങി നിഷ്ക. മൊമെന്റ്സ് ജ്വല്ലറി ഈ മാസം 5-ന് ചലച്ചിത്ര താരം വിദ്യാ ബാലൻ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയിലെ പ്രമുഖ ഹോസ്പിറ്റാലിറ്റി ഗ്രൂപ്പായ മോറിക്കാബ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലുള്ള നിഷ്ക മൊമെന്റ്സ് ജ്വല്ലറിയുടെ രണ്ടാമത് ഷോറൂമാണ് UAEയിൽ തുറന്ന പ്രവർത്തനം ആരംഭിക്കാൻ ഒരുങ്ങുന്നത്. ഇന്ത്യയുടെ പാരമ്പര്യവും ആധുനികതയും സമന്വയിപ്പിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന ആഭരണങ്ങളുടെ വലിയ ശേഖരമാണ് നിഷ്കയെ മറ്റുള്ള ജ്വല്ലറികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതെന്ന് നിഷ്ക മൊമെന്റ്സ് ജ്വല്ലറി ചെയർമാൻ CM നിഷിൻ തസ്ലീം പറഞ്ഞു. ലുലു ഗ്രൂപ്പിന്റെ ലുലു സൂപ്പർ ഹൈപ്പർ മാർക്കറ്റിലെ ലൊക്കേഷനിലാണ് നമ്മൾ വരുന്നത്. അൽബർഷ എന്ന് പറഞ്ഞ ലൊക്കേഷനിലാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വളരെ വേഗത്തിൽ 1 വർഷം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ സ്റ്റോർ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പറ്റുമെന്നുള്ള വളരെ സന്തോഷത്തിലാണ് നമ്മളുള്ളത്. നമ്മളത് ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. കമ്മിങ് ഇയറിൽ നമ്മളൊരു 4 സ്റ്റോഴ്സാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ലുലു അൽബർഷ നമുക്ക് കിട്ടുന്നൊരു മോട്ടിവേഷൻ, അതിലേക്കുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതെന്ന് കിട്ടിയ വലിയൊരു മോട്ടിവേഷനാണ് കിട്ടിയത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിഷ്കയുടെ 2 ശാഖകളിൽ നിന്നും ആദ്യ 2 ദിവസത്തേക്ക് വാങ്ങുന്ന പകുതി സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാൻ സാധിക്കും. സ്വർണ്ണ വ്യാപാര രംഗത്ത് പരിപൂർണ്ണ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന് പണിക്കൂലി ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പ്രൈസ് ടാഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. 10 വർഷത്തിനുള്ളിൽ ആഗോളതലത്തിൽ 100 ഷോറൂമുകളും IPOയും അടുത്ത 10 വർഷത്തിനുള്ളിൽ 900 മില്യൺ ദിർഹത്തിന്റെ നിക്ഷേപം നടത്താനുമാണ് ലക്ഷ്യമെന്നും അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 24 ദുബായ്. ദുബായ് എക്സ്പോ സിറ്റിയിലെ വിന്റർ സിറ്റിയുടെ 3-ാം പതിപ്പ് ഡിസംബർ 6-ന് തുറക്കും. ഡിസംബർ 31 വരെ ദിവസവും ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 10 മണി വരെയാണ് പ്രവേശനം. 40 ദിർഹമാണ് പ്രവേശന ടിക്കറ്റ് നിരക്ക്. 5 വയസ്സിൽ താഴെയുള്ളവർക്ക് പ്രവേശനം സൗജന്യമാണ്. ശൈത്യകാല പ്രമേയത്തിലുള്ള ശില്പശാലകൾക്ക് പ്രത്യേക നിരക്കുകൾ ബാധകമാണ്. കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയിൽ ഗാന്ധി ജയന്തി ആഘോഷിച്ചു. ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ ആദർശ് വൈഗ മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. ചടങ്ങിൽ മറ്റ് എംബസി ഉദ്യോഗസ്ഥരും സന്നിഹിതരായിരുന്നു. സമാധാനം, സത്യം, അഹിംസ എന്നിവയെക്കുറിച്ചുള്ള ഗാന്ധിയുടെ ആശയങ്ങൾ വരും കാലങ്ങളിലും പ്രസക്തമായി തുടരുന്നതായി അംബാസഡർ പറഞ്ഞു. OICC കുവൈറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ആഘോഷം സംഘടിപ്പിച്ചു. OICC ഓഫീസിൽ നടന്ന ആഘോഷ പരിപാടികൾ നാഷണൽ പ്രസിഡന്റ് വർഗീസ് പുതുക്കുളങ്ങര ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സാമുവൽ ചാക്കോ അധ്യക്ഷത വഹിച്ചു. ലോകത്തിൽ സമാധാനം ആഗ്രഹിക്കുന്നവർക്ക് മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളും ദർശനങ്ങളും വഴികാട്ടിയാണെന്ന് ഗാന്ധി അനുസ്മരണ കുറിപ്പിൽ ICC കുവൈറ്റ് രേഖപ്പെടുത്തി. കേന്ദ്ര കമ്മിറ്റി ഭാരവാഹികളും ജില്ലാ കമ്മിറ്റി നേതാക്കളും പങ്കെടുത്തു.
ഗാന്ധി ജയന്തി ദിനത്തിൽ മാതൃകയായി UK OICC ബോൾട്ടൺ കൌൺസിലുമായി ചേർന്ന് തെരുവ് ശുചീകരണം സംഘടിപ്പിച്ചു. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് മാഞ്ചസ്റ്റർ റീജിയൻ നേതൃത്വം നൽകി. OICC UK നാഷണൽ പ്രസിഡന്റ് ഷൈനു ക്ലെയർ മാത്യൂസ് ഉദ്ഘാടനം ചെയ്തു. ബോൾട്ടണിലെ ഗ്രീൻ പാർട്ടി പ്രതിനിധി ഫിലിപ്പ് കൊച്ചിട്ടി മുഖ്യാതിഥിയായി. OICC UKയുടെ നാഷണൽ റീജിയണൽ കമ്മിറ്റി ഭാരവാഹികൾ, യുവജന പ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേർ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി. ചടങ്ങിൽ ഗാന്ധി സ്മൃതി സംഗമവും പുഷ്പാർച്ചനയും മധുരവിതരണവും നടന്നു. ഓണാഘോഷ ലഹരിയിൽ അമേരിക്കൻ മലയാളികൾ ഗ്രേറ്റർ അറ്റ്ലാന്റ മലയാളി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഫോർസൈത്ത് കൌണ്ടിയിലെ ഫോക്കർ സെന്റർ ആഘോഷങ്ങൾക്ക് വേദിയായി. അറ്റ്ലാന്റ ഇന്ത്യൻ കോൺസുൽ ജനറൽ രമേശ് ബാബു ലക്ഷ്മണൻ മുഖ്യാതിഥിയായി പങ്കെടുത്ത ഈ ആഘോഷ പരിപാടിയിൽ 2000-ൽ കൂടുതൽ ആളുകളുടെ പങ്കാളിത്തമുണ്ടായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. Good afternoon, ladies and gentlemen. So it's an honor and it's a great delight. ആരവം 2024 എന്ന പേരിൽ ഒരുക്കിയ ആഘോഷങ്ങളുടെ ഭാഗമായി കേരള തനിമ വിളിച്ചോതുന്ന നാടൻ മത്സരങ്ങളും കലാപരിപാടികളും ഒരുക്കിയിരുന്നു. പ്രസിഡന്റ് സജി പിള്ള, സെക്രട്ടറി സുബി ബാബു, ട്രഷറർ കുര്യൻ പുത്തൻപുരയ്ക്കൽ എന്നിവരാണ് ഗാമയുടെ അമരക്കാർ. പ്രോസസ് വളരെ സ്മൂത്ത് ആയിട്ട് പോയി. നമുക്ക് we had close to 2,000 people. Gama or Aravam 2024 was a mega hit, I think. ആരവം ഓണോത്സവം ഇവിടെ പൊടി പൊടിച്ചിരിക്കുകയാണ്. കൾച്ചറൽ പരിപാടികൾ, ഫുഡ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങൾ, കർഷകരുടെ ഓണച്ചന്ത, കർഷകശ്രീ തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് വൈസ് പ്രസിഡന്റ് അനില ഹരിദാസ്, ബ്രിജേഷ് ജോർജ്, സന്ദീപ് മേനോൻ, ജോയിന്റ് സെക്രട്ടറി അനിൽ പിള്ള എന്നിവർ നേതൃത്വം നൽകി. 24 USA. മദ്യപിച്ച സീരിയൽ നടി ഓടിച്ച കാർ വാഹനങ്ങളിലിടിച്ച് അപകടം. പത്തനംതിട്ട കുളനട ജംഗ്ഷനിലാണ് അപകടമുണ്ടായത്. അപകടത്തെ തുടർന്ന് MC റോഡിൽ 1 മണിക്കൂറോളം ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. തിരുവനന്തപുരം വെഞ്ഞാറമൂട് സ്വദേശി രജിത ഓടിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ആർക്കും പരുക്കില്ല. പത്തനംതിട്ട കുളനടയിൽ ഒരു സീരിയൽ താരം മദ്യപിച്ച് വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയ വാർത്ത നൽകുമ്പോൾ ഒപ്പം ഒരു ചിത്രം കൂടി നൽകിയിരുന്നു. വാർത്ത നൽകിയത് പോലീസ് ബീറ്റിലുള്ള ഒരു പ്രാദേശിക റിപ്പോർട്ടറായിരുന്നു. എന്നാൽ വാർത്തയ്ക്കൊപ്പം നൽകിയ ചിത്രം മറ്റൊരു പ്രമുഖ താരത്തിന്റേതായിരുന്നു. വാർത്തയുടെ സ്വഭാവവും അതിൽ ചിത്രം മാറിയതിന്റെ ഗൗരവവും ഉൾക്കൊള്ളുന്നു. മനഃപൂർവ്വമല്ലാത്ത വീഴ്ചയിൽ നിർവാജ്യം ഖേദിക്കുകയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ട് നേരിട്ട നടി അശ്വതിയുടെ പ്രതികരണം കൂടി ഞങ്ങൾ സംപ്രേഷണം ചെയ്യും. ഒരുപാട് സോഷ്യൽ മീഡിയയിൽ എന്ന് പറഞ്ഞാല് ഇപ്പൊ എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാല് ആ ന്യൂസിനെ മാക്സിമം വൈറലാക്കുക, മാക്സിമം ഷെയർ ചെയ്യുക എന്നുള്ളത് സംഭവം തന്നെയാണ്. പ്രത്യേകിച്ച് ആർട്ടിസ്റ്റ്, സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ നിൽക്കുന്ന ആൾക്കാരെ പറ്റി ഒരു കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വൈറലാക്കുക എന്നുള്ളൊരു സംഭവം തന്നെയാണ്. എനിക്കൊന്നും പറയാനില്ല. എനിക്ക് ഒറ്റൊരു റിക്വസ്റ്റേ ഉള്ളൂ. ഈ ന്യൂസ് ഇപ്പൊ എങ്ങനെ ഇത് നിങ്ങളുടെ കയ്യിൽ എത്തി, അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ട് എന്റെ ഫോട്ടോ വഴി പോയി എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ അതിനൊരു പരിഹാരം നിങ്ങൾ ചെയ്യണം. വേറൊന്നുമല്ല, എനിക്കുണ്ടായ ഒരു മാനസികാവസ്ഥ. 2, ഞാൻ ശരിക്കും ബ്ലാങ്ക് ഔട്ട് ആയിട്ടാണ് ഞാൻ ശരിക്കും കുറച്ച് സമയം ഇവിടെ ഞാൻ ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ അങ്ങനെ പിടിച്ചു നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. വേറെ ഒന്നും എനിക്കിപ്പോ പറയാനില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ആ ന്യൂസിൽ എന്റെ ഫേസ് കാണിച്ചു എന്നുള്ളത് നിങ്ങളും മാറ്റുക. കാരണം ഞാനെന്ന് പറഞ്ഞ വ്യക്തിയെ പറ്റി ഒരു ന്യൂസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുമില്ല. ആ ന്യൂസുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. മറ്റൊരു വാർത്തയിലേക്ക്. ദ ഹിന്ദുവിന് അഭിമുഖം നൽകിയത് PR ഏജൻസി വഴി എന്ന വാദം തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയൻ. തനിക്കും സർക്കാരിനും PR ഏജൻസിയുമായി ബന്ധമില്ലെന്നും ഇതിനായി പണം ചെലവഴിച്ചിട്ടില്ല എന്നുമാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. അഭിമുഖ സമയത്ത് ഒപ്പമുണ്ടായിരുന്നത് CPIM മുൻ MLA TK ദേവകുമാറിന്റെ മകൻ ആണെന്ന 24 വാർത്ത മുഖ്യമന്ത്രി സ്ഥിരീകരിച്ചു. എന്നാൽ സുബ്രഹ്മണ്യത്തിനൊപ്പമുണ്ടായിരുന്ന കേസൺ ഗ്ലോബൽ CEO വിനീത് ഹോണ്ടയെക്കുറിച്ച് അറിയില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. CPIMന്റെ മുൻ ഹരിപ്പാട് MLA TK ദേവകുമാറിന്റെ മകൻ TD സുബ്രഹ്മണ്യം വിവാദ അഭിമുഖം നടക്കുമ്പോൾ മുഖ്യമന്ത്രിക്കൊപ്പം മുറിയിലുണ്ടായിരുന്നുവെന്നായിരുന്നു 24 ഇന്നലെ പുറത്തുവിട്ട വാർത്ത. ഇത് മുഖ്യമന്ത്രി സ്ഥിരീകരിച്ചു. ദേവകുമാറിന്റെ മകൻ എന്ന് പറയുന്നത് രാഷ്ട്രീയമായി ചെറുപ്പം മുതലേ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നൊരു ആളാണ്. അയാളിങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ഇന്റർവ്യൂ ആകാമെന്ന് സമ്മതിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മുഖ്യമന്ത്രിയുടെ അഭിമുഖം വാഗ്ദാനം ചെയ്ത് സമീപിച്ചത് കേസൺ ഗ്ലോബൽ എന്ന PR ഏജൻസി എന്നായിരുന്നു ദ ഹിന്ദുവിന്റെ വിശദീകരണം. എന്നാൽ ഹിന്ദു വിശദീകരണത്തെ മുഖ്യമന്ത്രി തള്ളി. അഭിമുഖത്തിനായി PR ഏജൻസിയെ ചുമതലപ്പെടുത്തുകയോ പണം നൽകുകയോ ചെയ്തിട്ടില്ല. ഞാനോ സർക്കാരോ ഒരു PR ഏജൻസിയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഒരു പൈസയും ഈ PR ഏജൻസിക്ക് വേണ്ടി ഞാനോ സർക്കാരോ ചെലവഴിച്ചിട്ടുമില്ല. എന്നാൽ TD സുബ്രഹ്മണ്യത്തിനൊപ്പം അഭിമുഖ സമയത്തുണ്ടായിരുന്ന കേസൺ ഗ്ലോബൽ CEO
വിനീത് ഹാണ്ടയെക്കുറിച്ചുള്ള ചോദ്യത്തിന് മുഖ്യമന്ത്രിയുടെ വിചിത്രമായ മറുപടി. ഇവർ രണ്ടാളാണ് ആദ്യം വന്നത്, പിന്നെ ഒരാൾ കൂടി കടന്നു വരുന്നുണ്ട്. ഞാൻ അയാളെ കാണുന്നത് എങ്ങനെയാണ്? വന്ന ഹിന്ദുവിൻ്റെ മാധ്യമപ്രവർത്തകരുടെ കൂടെയുള്ള ആളെന്നേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. പിന്നെയാണ് പറയുന്നത് അത് ഏതോ ഒരു ഏജൻസിയുടെ ആളാണെന്ന്. എനിക്ക് അത്തരം ഒരു ഏജൻസി അറിയില്ല, ആ വന്നയാളെ എനിക്കറിയുന്നതല്ല. ഖലീജ് ടൈംസിനു വേണ്ടി മുഖ്യമന്ത്രിയുടെ അഭിമുഖം ക്രമീകരിച്ചതും കെയ്സൺ ഗ്ലോബൽ എന്നായിരുന്നു PR ഏജൻസി തന്നെ നൽകിയ വിവരം. എന്നാൽ അതും മുഖ്യമന്ത്രി തള്ളി. സംസ്ഥാനത്തിന്റെ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഖലീജ് ടൈംസ് എന്ന് പറയപ്പെടുന്ന പത്രത്തിന് താങ്കൾ ഒരു അഭിമുഖം കൊടുത്തിരുന്നു. PR ഏജൻസിയുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് അവരാണ് അത് തരപ്പെടുത്തിയതെന്നാണ്. അപ്പോൾ ഈ ഖലീജ് ടൈംസിന് മുഖ്യമന്ത്രി ഇന്റർവ്യൂ കൊടുത്തത് ഏതെങ്കിലും ഏജൻസി വഴിയായിരുന്നോ? ഗൾഫിലുള്ള പലരും പല ഏജൻസികളും എൻ്റെ അടുത്ത് ഇന്റർവ്യൂ എടുക്കാറുണ്ട്, പല ഘട്ടങ്ങളിൽ എടുത്തിട്ടുണ്ട്. അത് ഗൾഫിലുള്ള പല മാധ്യമങ്ങളും അവിടെയുള്ള മലയാളികളുടെ സാന്നിധ്യം വെച്ചുകൊണ്ട് കാര്യങ്ങൾ പലതും അറിയാൻ താല്പര്യം പ്രകടിപ്പിക്കാറുണ്ട്. എന്താന്ന് എനിക്കിപ്പോൾ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. 24 തിരുവനന്തപുരം. PR ഏജൻസിയുമായി ബന്ധമില്ലെന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും പല ചോദ്യങ്ങൾക്കും മറുപടിയില്ല. ദ ഹിന്ദു അഭിമുഖത്തിൽ വിവാദ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തതിൽ നിയമ നടപടി സ്വീകരിക്കുമോ എന്ന ചോദ്യത്തിൽ നിന്ന് മുഖ്യമന്ത്രി ഒഴിഞ്ഞുമാറി. വിഭാഗീയതയുണ്ടാക്കുന്ന തരത്തിൽ ഇടപെടൽ ഉണ്ടായിട്ടും അത് പരിശോധിക്കുമെന്ന് പോലും പറയാൻ മുഖ്യമന്ത്രി തയ്യാറായതുമില്ല. വിവാദ അഭിമുഖം ദ ഹിന്ദു ഓൺലൈനിൽ പ്രസിദ്ധീകരിച്ച് 35 മണിക്കൂറിന് ശേഷമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു കത്തെങ്കിലും അയച്ചത്. കത്തിനുള്ള ഹിന്ദു പത്രാധിപരുടെ വിശദീകരണം PR വിവാദമെന്ന കുപ്പിയിലടച്ച ഭൂതത്തെ തുറന്നുവിട്ടു. മഹാമൗനത്തിലായിരുന്ന മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വീണിടത്ത് കിടന്നുരുണ്ടു. ദ ഹിന്ദു ദിനപത്രത്തിനെതിരെ നിയമ നടപടിയെടുക്കുമോ എന്ന ചോദ്യത്തിന് മറുപടി ഇതായിരുന്നു. നിങ്ങൾ തമ്മിലുള്ള മാധ്യമങ്ങൾ തമ്മിലുള്ള പോരിന് എന്നെ ഇടയാക്കരുത്. നിങ്ങൾ ആ വഴി സ്വീകരിക്കരുത്. ഇക്കാര്യം ആവർത്തിച്ച് ചോദിച്ചപ്പോൾ മാധ്യമങ്ങളുമായുള്ള മത്സരത്തിൽ തന്നെ കരുവാക്കേണ്ടെന്ന് മറുപടി. അവിടെ അതുമായി ബന്ധപ്പെട്ടുള്ള നിലപാടുകൾ കൃത്യമായി വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ആ വ്യക്തമാക്കി കഴിഞ്ഞ കാര്യങ്ങൾ പിന്നെയും നിങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, അത്രയേ ഉള്ളൂ. ശരി. നിങ്ങൾക്ക് മറുപടിയല്ല വേണ്ടത്, നിങ്ങൾ വെറുതെ ബഹളം വെക്കാൻ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഉയർന്ന ചോദ്യങ്ങൾക്ക് പലതിനും മറുപടിയില്ല. മുഖ്യമന്ത്രിയുടെ പേരിൽ വ്യാജപ്രചരണം നടത്തിയിട്ടും അന്വേഷിക്കാൻ മടിക്കുന്നത് എന്ത്? വിവാദ പരാമർശം അഭിമുഖത്തിൽ ഉൾപ്പെടുത്താൻ ഏജൻസിയോട് ആവശ്യപ്പെട്ടത് ആര്? കെയ്സൺ ഗ്ലോബൽ ഏജൻസിയെ മുഖ്യമന്ത്രിക്ക് അറിയില്ലെങ്കിൽ അഭിമുഖ സമയം CEO വിനീത് ഹാണ്ട മുഖ്യമന്ത്രിയുടെ മുറിക്കുള്ളിൽ കയറിയത് സുരക്ഷാ വീഴ്ചയല്ലേ? ഒരു പകൽ മുഴുവൻ കോളിളക്കമുണ്ടാക്കിയിട്ടും വിവാദ പരാമർശം മുഖ്യമന്ത്രിയുടേതല്ലെന്ന് ചൂണ്ടിക്കാട്ടാൻ വൈകിയതെന്ത്? ഇങ്ങനെ ചോദ്യങ്ങൾ ഉത്തരമില്ലാതെ കിടക്കുകയാണ്. 24 തിരുവനന്തപുരം. വിവാദ വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ തൃപ്തിയില്ലെന്ന് പറഞ്ഞ ആരോപണം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. തൃശൂർ പൂരം കലക്കലിൽ സർക്കാർ പ്രഖ്യാപിച്ച ത്രിതല അന്വേഷണം പ്രതിപക്ഷം അംഗീകരിക്കുന്നില്ല. PR ഏജൻസി വിവാദത്തിൽ മറുപടിയില്ലാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉരുണ്ടുകളിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ എന്നല്ല വേണ്ടത്, മറുപടി വേണം ചോദ്യങ്ങൾക്ക്. അപ്പോൾ ADGP ലോ ആൻഡ് ഓർഡറിന്റെ പ്രധാനപ്പെട്ട ജോലി RSSുമായിട്ടുള്ള സംഘപരിവാറുമായിട്ടുള്ള കോർഡിനേഷനാണോ? ആരോപണങ്ങൾ പ്രതിപക്ഷം അവസാനിപ്പിക്കുന്നില്ല. പ്രതിഷേധവും തുടരും. ഒരിഞ്ച് പിന്നോട്ടില്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. RSS നേതാക്കളെ കണ്ടതിൽ അന്വേഷണം, പൂരം കലക്കിയതിന് അന്വേഷണം, PV അൻവറിന്റെ ആരോപണങ്ങൾക്ക് അന്വേഷണം, 5 or 6 അന്വേഷണം ADGPക്കെതിരെ ഉണ്ട്. എന്നിട്ടും ആ ADGPയെ എന്തൊരു കരുതലാണ് മുഖ്യമന്ത്രിക്ക്, ഇപ്പോഴും ചേർത്ത് നിർത്തുകയാണ്. പൂരം കലക്കലിൽ ജുഡീഷ്യൽ അന്വേഷണം എന്ന ആവശ്യം നേതാക്കൾ ആവർത്തിക്കുകയാണ്. PR ഏജൻസി വിവാദത്തിലും സംശയങ്ങൾ ബാക്കിയെന്ന് പ്രതിപക്ഷം. അതാണ് ഗൗരവമുള്ള വിഷയം. അതങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകേണ്ട ഒരു സംഗതിയല്ല. ഇത് നിസ്സാരമായി അത് എങ്ങനെയോ സംഭവിച്ചതാണ് എന്ന് പറയുന്നത് ആരും അത്ര നിസ്സാരമായി എടുക്കുന്നില്ല. സർക്കാരിനെതിരെ ഈ മാസം 8-ന് പ്രതിഷേധ സംഗമം നടത്താനാണ് UDF തീരുമാനം. സെക്രട്ടേറിയറ്റിന് മുന്നിലും ജില്ലാ ആസ്ഥാനങ്ങളിലും സായാഹ്ന പ്രതിഷേധം നടത്തും. മുഖ്യമന്ത്രിയുടെ രാജി, പൂരം കലക്കലിൽ ജുഡീഷ്യൽ അന്വേഷണം എന്നിവയാണ് ആവശ്യങ്ങൾ. 24 തിരുവനന്തപുരം. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ ADGP MR അജിത് കുമാർ കൂടുതൽ പ്രതിസന്ധിയിലേക്ക്. ദേശീയ നേതാക്കളെ മാത്രമല്ല സംസ്ഥാന RSS നേതാക്കളെയും ADGP കണ്ടുവെന്നാണ് പുതിയ വെളിപ്പെടുത്തൽ. വയനാട്ടിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയെന്ന് RSS നേതാവ് വത്സൻ തില്ലങ്കേരി സ്ഥിരീകരിച്ചു. ദേശീയ നേതാക്കളെ കണ്ടത് പരിചയപ്പെടാനാണെന്നും രാഷ്ട്രീയ സാമൂഹിക പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത്തരം ബന്ധങ്ങൾ ഗുണകരമാകുമെന്നുമാണ് MR അജിത് കുമാർ DGPക്ക് നൽകിയ മൊഴിയിൽ പറയുന്നത്. ഇതിന് പിന്നാലെയാണ് സംസ്ഥാന നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച കൂടി പുറത്തുവരുന്നത്. MR അജിത് കുമാറുമായി കൽപ്പറ്റയിലെ ഹോട്ടലിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന് വത്സൻ തില്ലങ്കേരി സ്ഥിരീകരിച്ചു.
കൂടിക്കാഴ്ച 4 മിനിറ്റ് മാത്രം. വയനാട്ടിൽ സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന ആംബുലൻസുകൾ പോലീസ് തടയുന്നത് ശ്രദ്ധയിൽപ്പെടുത്താനായിരുന്നു സന്ദർശനമെന്നും വത്സൻ തില്ലങ്കേരി. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ നിന്ന് വരുന്ന ആരോഗ്യ പ്രവർത്തകരും വഹിച്ചു വരുന്ന ആംബുലൻസുകൾ പോലീസുകാർ തടഞ്ഞു വെച്ച ഒരു പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ ആ വിഷയം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ അദ്ദേഹവുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ 4 മിനിറ്റ് നേരം അദ്ദേഹമായിട്ട് ഈ വിഷയം ഞങ്ങൾ സംസാരിച്ചു. ഞങ്ങൾ മന്ത്രിമാരെ കണ്ടിട്ടുണ്ട്, ആ സമയത്ത് കളക്ടറെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ആലോചിച്ചിട്ട് അന്വേഷിച്ചിട്ട് വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യാമെന്നാണ് പറഞ്ഞത്. ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ ജോലി RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നതാണോ എന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ADGPയെ മുഖ്യമന്ത്രി സംരക്ഷിക്കുകയാണെന്നും രമേശ് ചെന്നിത്തല. ADGP ലോ ആൻഡ് ഓർഡറിന്റെ ജോലി ഇതാണോ? RSS നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തുകയാണോ? ആ ADGP ലോ ആൻഡ് ഓർഡറിനെ മുഖ്യമന്ത്രി പൂർണ്ണമായി സംരക്ഷിക്കുകയും ചെയ്യുന്നു. മുഖ്യമന്ത്രിയുടെ സ്വരം സംഘപരിവാറിന്റെ സ്വരമായി മാറുന്നു. അപ്പോൾ കേരളത്തിൽ കോൺഗ്രസിനെയും UDFനെയും തകർക്കാൻ BJPയുമായി രഹസ്യവും പരസ്യവുമായ കൂട്ടുകെട്ടാണ് ഇപ്പോൾ CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. ADGP വത്സൻ തില്ലങ്കേരി ചർച്ച നടന്നുവെന്ന് CPI വയനാട് ജില്ലാ സെക്രട്ടറി EJ ബാബുവും പറഞ്ഞു. ഞങ്ങളുടെ അന്വേഷണത്തിൽ കഴിഞ്ഞ ഓഗസ്റ്റ് 4-ാം തീയതി കൽപ്പറ്റയിലെ ഓഷ്യൻ ഇന്റർനാഷണൽ വെച്ചിട്ട് ADGPയും വത്സൻ തില്ലങ്കേരിയോട് ഒരു ചർച്ച നടന്നുവെന്നാണ് ഞങ്ങളുടെ അന്വേഷണം അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഈ വിഷയം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തിയിട്ടുണ്ട്. ആ അന്വേഷണം നടത്തേണ്ടത് ആരാണ്? സംസ്ഥാന ഗവൺമെന്റാണ്. എനിക്ക് ഈ വിഷയത്തിൽ ചെയ്യാനുള്ളത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്താനേ പറ്റുള്ളൂ. ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. RSS നേതാക്കളുമായി ക്രമസമാധാന പാലനത്തിന്റെ ചുമതലയുള്ള ADGP നിരന്തരം കൂടിക്കാഴ്ച നടത്തിയെന്ന് വ്യക്തമാവുകയാണ്. ADGPയുടെ വിവാദ കൂടിക്കാഴ്ചയടക്കം അന്വേഷിക്കുന്ന പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് ലഭിച്ചാൽ ADGPക്കെതിരെ മുഖ്യമന്ത്രി നടപടിയെടുക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തിൽ ഇടപെട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സ്വർണ്ണക്കടത്തിനും ഹവാല ഇടപാടിനും പിന്നിൽ ആരെന്ന് അറിയിക്കണം എന്നാവശ്യപ്പെട്ട് ഗവർണർ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. വാർത്താ സമ്മേളനത്തിലും അഭിമുഖത്തിലും പറഞ്ഞ കാര്യങ്ങളിൽ അന്വേഷണം നടത്തണമെന്നും ഗവർണർ നിർദ്ദേശിച്ചു. He has kept me in dark about it. Anti-national activities is too serious a subject. Why he has not shared information with me? He should tell us what action he has taken against the miscreants. And since when he knows about these anti-national activities, what action the government has taken against those who are indulging in anti-national activities. I am very concerned about the allegation of phone tapping. I have written to him more than 10 days back. He has not replied as yet. PV അൻവറിനെതിരെ നിയമ നടപടിക്കൊരുങ്ങി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി PV അൻവറിനും വക്കീൽ നോട്ടീസ് അയച്ചു. അഡ്വക്കേറ്റ് K വിശ്വൻ മുഖേനയാണ് നോട്ടീസ് അയച്ചത്. അൻവറിന്റെ 16 ആരോപണങ്ങളിലാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ആരോപണങ്ങൾ ഉടൻ പിൻവലിച്ചില്ലെങ്കിൽ സിവിൽ ക്രിമിനൽ നടപടിയെടുക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. തിരൂരിൽ ഗംഗാവലിപ്പുഴയിൽ അകപ്പെട്ട് മരിച്ച അർജുനുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ ഇവിടെ അവസാനിപ്പിക്കണമെന്ന് ലോറി ഉടമ മനാഫ്. കുടുംബത്തെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നു. ഇക്കാര്യത്തിൽ തന്റെ കുടുംബത്തിൽ ഭിന്നതയില്ലെന്നും സഹോദരൻ മുബീനൊപ്പം വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ മനാഫ് പറഞ്ഞു. അതേസമയം സൈബർ ആക്രമണങ്ങൾക്കെതിരെ അർജുന്റെ കുടുംബം പോലീസിൽ പരാതി നൽകി. തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ വ്യക്തത വരുത്താനാണ് കുടുംബത്തോടൊപ്പം വാർത്താ സമ്മേളനം നടത്തുന്നതെന്ന മുഖവുരയോടെയാണ് മനാഫ് തുടങ്ങിയത്. ഒരു മുതലെടുപ്പും നടത്തിയിട്ടില്ല, PR വർക്കില്ല, തന്റെ സ്വഭാവം ഇങ്ങനെയാണ്, വൈകാരികമായി തോന്നിയെങ്കിൽ കുടുംബത്തോട് മാപ്പ് ചോദിക്കുന്നു. ലോറിക്ക് അർജുന്റെ പേരിടുന്നില്ല, 1 രൂപ പോലും പണപ്പിരിവ് നടത്തിയിട്ടില്ല. മുക്കത്തെ പരിപാടിയിൽ സംഘാടകർ പണം തരാമെന്ന് പറഞ്ഞപ്പോൾ അർജുന്റെ മകന് നൽകാനാണ് ആഗ്രഹിച്ചത്. അത് കുടുംബത്തെ വേദനിപ്പിച്ചെങ്കിൽ മാപ്പ് ചോദിക്കുന്നുവെന്നും മനാഫ്. ഈ വിവാദം ഇവിടെ അവസാനിപ്പിക്കണമെന്നും മനാഫ്. നമ്മൾ ഈ വിഷയത്തിൽ ഒരു മുതലെടുപ്പും നടത്തിയിട്ടില്ല. ഇതിലൊരു ഹൈപ്പ് അല്ലെങ്കിൽ ഒരു PR വർക്ക് അങ്ങനത്തെ ഒരു കാര്യം നമ്മളാരും ചെയ്തിട്ടില്ല. ആരെ വൈകാരികമായിട്ട് ഈ വിഷയത്തെ പൊതുവേ ഉള്ള എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണ്. അത് അവർക്കൊരു വൈകാരികമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെയാണ് മനാഫ്. അതിന് ഞാൻ ആദ്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരോട് മാപ്പ് ചോദിക്കുകയാണ്. വാഹനത്തിന്റെ RC ഓണർ താനാണെന്ന് പറഞ്ഞ മുബീൻ കുടുംബം ഒറ്റക്കെട്ടാണെന്നും വ്യക്തമാക്കി. ഈ വാഹനത്തിന്റെ RC എൻ്റെ പേരിലാണ് ഉള്ളത്. അപ്പോൾ ഞാനും ജ്യേഷ്ഠനും വാപ്പ ഉള്ള കാലം മുതലേ ഞങ്ങൾ വാപ്പൻ്റെ കൂടെ ആയിരുന്നു. അതിന് ശേഷം ഞങ്ങൾ കച്ചവടം ഒരുമിച്ച് തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഈ വാഹനം എൻ്റെതും ജ്യേഷ്ഠൻ്റെതും കൂടിയാണ് ഈ വാഹനം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ. ഞങ്ങൾ എല്ലാ ബിസിനസ്സും ഞങ്ങൾ ഒരുമിച്ച് തന്നെ ചെയ്യുന്നത്. മാധ്യമപ്രവർത്തകർക്ക് വാർത്താ അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടി കൂടിയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയതെന്നും മനാഫ് പറഞ്ഞു.
കുടുംബത്തിന് വിഷമമായെന്നറിഞ്ഞപ്പോൾ അർജുന്റെ ഫോട്ടോ മാറ്റിയെന്നും വ്യക്തമാക്കി. അതേസമയം സൈബർ ആക്രമണങ്ങൾക്കെതിരെ അർജുന്റെ കുടുംബം നൽകിയ പരാതി മെഡിക്കൽ കോളേജ് ACP അന്വേഷിക്കും. സിറ്റി പോലീസ് കമ്മീഷണറാണ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത്. 24 കോഴിക്കോട്. വനിതാ 2020 ലോകകപ്പിൽ പാകിസ്ഥാന് ജയത്തുടക്കം. ശ്രീലങ്കയെ 31 റൺസിന് തോൽപ്പിച്ചു. പാകിസ്ഥാന്റെ 116 റൺസ് പിന്തുടർന്ന ശ്രീലങ്കയ്ക്ക് 9 വിക്കറ്റ് നഷ്ടത്തിൽ 85 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. ബംഗ്ലാദേശും ജയത്തോടെ തുടങ്ങി സ്കോട്ട്ലൻഡിനെ 16 റൺസിന് തോൽപ്പിച്ചു. നാളെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ന്യൂസിലൻഡാണ് എതിരാളികൾ. ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.